നിങ്ങൾ സാധാരണ ഡോക്ടർമാരെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ എല്ലാ നാട്ടിലുള്ളതാണ്, നമ്മുടെ എല്ലാം ബന്ധുക്കളായി പല ഡോക്ടർമാരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു വൈറോളജിസ്റ്റിനെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല, ഒരു ഇമ്മ്യൂണോളജിസ്റ്റിനെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല, ഒരു ക്യാൻസർ റിസർച്ചറെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല. ഇത്തരം മേഖലകളിലേക്ക് പോകാൻ സാധിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഈ കാറ്റഗറിയിലുള്ള പ്രൊഫഷണൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതിനേക്കാൾ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് വൈറോളജി, ഇമ്മ്യൂണോളജി എന്നെല്ലാം പറയുന്നത്. പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടത്തിൽ നമുക്കെല്ലാം അത് മനസ്സിലായതാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ, പലപ്പോഴും ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ, ഡോക്ടർമാർ തന്നെയും ഡയഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അസുഖങ്ങൾ എല്ലാം പല സന്ദർഭങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ സ്കോപ്പുണ്ട്. വലിയ ബയോടെക് കമ്പനികൾ, വലിയ ഫാർമ കമ്പനികൾ, വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലും അതുപോലെ കോർപ്പറേറ്റ് മേഖലയിലുമുള്ള ഇത്തരത്തിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കഴിവുള്ളവരെയും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയുമാണ് ഏറ്റവും കൂടുതൽ ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് ഇത്തരം മേഖലകളിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്.